രാവിലെ കാപ്പിക്ക് ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാവെല്ലാം ഒന്ന് ചൂടുവെള്ളത്തിൽ നനച്ചെടുത്ത് വെട്ടിത്തിളപ്പിച്ചാണ് ഞാൻ വെള്ളം തിളപ്പിച്ച് മാവ് നനച്ചെടുത്തത്. പിന്നെ അതിന് ശേഷം 2 ഉള്ളി 2 കിഴങ്ങൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് അത് കുക്കറിലാക്കി വെച്ച് പിന്നെ അത് നമ്മൾ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാനാണ് പ്ലാൻ. അപ്പോഴത്തേക്കും മാവെല്ലാം തണുത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇടിയപ്പമൊക്കെ ഒന്ന് പീച്ചി അടുപ്പത്താക്കി. പിന്നെ രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പെരക്കാവൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി. ഒരുപാട് മേളത്തെ സ്റ്റെപ്പിലെ പൊടിയാണ്. അപ്പം മേളിലോട്ട് റൂമൊന്നുമില്ല. അപ്പോൾ നമ്മൾ മേളിൽ നിന്ന് തൂത്ത് വൃത്തിയാക്കി. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത്. പിന്നെ നമ്മുടെ മെത്തേറൊക്കെ ഉണ്ടായിരുന്നു, അതും എടുത്ത്. എല്ലാം കൂടെ ഒന്ന് സോപ്പ് പൊടി കൊണ്ടുപോയി ഇന്ന് നനച്ച് വെക്കണം. അങ്ങനെ ഒരാഴ്ച കൂടുമ്പോൾ കഴുകുന്നതാണ്. അങ്ങനെ വെള്ളമെല്ലാം പിടിച്ച് പിന്നെ അതിന് ശേഷം സോപ്പ് പൊടി ഇട്ട് നന്നായി ഒന്ന് കൈകൊണ്ട് ഇളക്കി. പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നനച്ച് വെച്ച് ഇപ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അഴുക്കെല്ലാം പോയി കുതിർന്നിരിക്കും. അങ്ങനെ ഇത് കഴുകാൻ വലിയ പാടാണ്. 3-4 ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു. എന്തായാലും കുറേ വെള്ളത്തിൽ പിന്നെ അതിന് ശേഷം മോങ്കുട്ടൻ്റെ കുറേ ഉടുപ്പുകളുണ്ട്, അതെല്ലാം സോപ്പ് പൊടി ഒന്ന് കഴുകിയെടുത്ത്. പിന്നെ അതിന് ശേഷം മേളിലൊന്ന് കൊണ്ടിട്ട്